ഇന്ത്യയിൽ ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാറുമൊക്കെ ഏറ്റവും ഭയക്കുന്ന, അവരെ പേടിപ്പിക്കുന്ന നേതാവ് ആരാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ആരെയാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അത് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയ ഗാന്ധിയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോ ഒന്നുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ജവഹർലാൽ നെഹ്റുവാണ്. എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ അവരിപ്പോഴും ഭയക്കുന്നത്? അതായത് അദ്ദേഹം അന്തരിച്ചിട്ട് പോലും നമുക്കറിയാം പതിറ്റാണ്ടുകളായി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ട് പോലും എന്തിനാണ് നമ്മൾ അവരെ ജവഹർലാൽ നെഹ്റുവിനെ ഭയക്കുന്നത്? എന്തിനാണ് അദ്ദേഹത്തെ എല്ലാ കാര്യത്തിൽ നിന്നും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ടെന്യുവർ, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഭരണകാലം മറികടന്നിരിക്കുന്നു എന്ന് പറയുന്ന വളരെ പ്രൊപ്പഗാണ്ട നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. കേട്ടവരിൽ ഏതാണ്ട് 80% പേരും അത് വിശ്വസിച്ചിട്ടുണ്ടാവും. യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നെഹ്റു യഥാർത്ഥത്തിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഭരിച്ചിട്ടുള്ള 52 വരെയുള്ള വർഷങ്ങൾ അത് യഥാർത്ഥത്തിൽ ഇവർ കൂട്ടിയിട്ടില്ല. കാരണം ഒരു എലക്റ്റഡ് ആയതിനു ശേഷം മാത്രമുള്ള പീരീഡാണ് കൂട്ടുന്നത്. ആ പീരീഡ് കൂട്ടുമ്പോൾ തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ 1960കളിൽ അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആ മരിച്ചു പോയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ടേം അവിടെ വെച്ച് അവസാനിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കണം. 1964 അപ്പോൾ ഇതെല്ലാം സംഭവിക്കുമ്പോൾ പോലും എന്തിനാണ് ഇങ്ങനെ നെഹ്റുവിനെ മറികടന്നു എന്ന് പറയുന്ന ഒരു വലിയ പ്രചരണം പോലും നയിച്ചുകൊണ്ട് വലിയ ഇല്ലാത്തൊരു മേനി നടിക്കാൻ ഇവർ ശ്രമിക്കുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ അന്ന് ഭരണം നടത്താൻ വേണ്ടി 1947 അധികാരത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ നെഹ്റുവിനെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതും അതും ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നൊരു നേതാവായി അദ്ദേഹം അവരോധിക്കപ്പെട്ടതാണ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ 6000-ലധികം ദിവസങ്ങൾ ഇരുന്നിട്ടുള്ള അദ്ദേഹത്തെ മറികടന്നു എന്ന് പറഞ്ഞുകൊണ്ട് 4000-ൽ താഴെ ദിവസങ്ങൾ മാത്രം കഴിയുന്നു. അത് 4000-ന് കഴിയും നരേന്ദ്രമോദി, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ കഴിയുന്ന ഒരാൾ എന്തിനാണ് ഇത്രത്തോളം ഒരു പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇക്കാലത്തും പലപ്പോഴും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള നിരവധി കുഴപ്പങ്ങൾക്ക് നെഹ്റുവിനെ അവർ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്നുള്ളത് പ്രേക്ഷകർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാനിത് യഥാർത്ഥത്തിൽ ഒരു വലിയ പോഡ്കാസ്റ്റായി ചെയ്യാൻ വെച്ചിരുന്നൊരു വിഷയമാണ്. പക്ഷേ നിങ്ങളോട് അതിൻ്റെ ചെറിയ സൂചനകൾ കൂടി ഇട്ട് തരുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഒരു കമൻറ്റുകൾ കേട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് കൂടി ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. കാരണം ഇപ്പോഴും ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ കോൺഗ്രസിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അടിത്തറയാണ് അവരെ ഭയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഞാനിപ്പോൾ അതിൻ്റെ വിശദമായ കണക്കുകളിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ ചില സൂചനകൾ മാത്രമാണ് നിങ്ങൾക്ക് തരാനുള്ളത്. 1951, 52 ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുന്നത്. അന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ 44.98% വരുന്ന വോട്ട് ഷെയറുമായിട്ടാണ് അന്ന് ജവഹർലാൽ നെഹ്റു അധികാരത്തിലിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം 1957 വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 47.78% വരുന്ന വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി. അതായത് ആദ്യത്തെ തവണ മത്സരിച്ചതിനേക്കാൾ ഏതാണ്ട് ഒരു 2% വരുന്ന വോട്ടുകൾ വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ 2%, 3% വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ആ 3%-നടുത്ത് വോട്ടുകൾ വർദ്ധിപ്പിച്ച് അദ്ദേഹം വീണ്ടും 1962 വരുമ്പോൾ 44.72% എന്ന് പറഞ്ഞാൽ വോട്ടുകൾ ശതമാനം ഇത്തിരി കുറഞ്ഞെങ്കിൽ പോലും 44%-ലേക്ക് കുറഞ്ഞില്ല. 1967 വരുമ്പോൾ അന്നേരം ഭരിക്കുന്ന കോൺഗ്രസ്സിന് അപ്പോഴും യഥാർത്ഥത്തിൽ 40.78% വോട്ടാണ് കിട്ടുന്നത്. പിന്നീട് 1971 അത് 43.68% വോട്ടുകളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് വലിയ ഒരു വിജയം നേടുന്നത് 49% വോട്ടുകൾ നേടിക്കൊണ്ടൊരു വലിയ വിജയം നേടുന്നത് 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അത് കുറയുന്നുണ്ട്. 34%, 34.5% വോട്ടായി കുറയുന്നുണ്ട്. പക്ഷേ 1980-കളിൽ അത് 42.69% വോട്ടായി കൂടുകയും പിന്നീട് യഥാർത്ഥത്തിൽ വലിയൊരു വിജയം കരസ്ഥമാക്കുകയും ചെയ്ത 1984 അന്നത്തെ പ്രത്യേക സാഹചര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. അത് 49.01%. അതിനുശേഷം ഒരു വലിയ തോതിലുള്ള ഡിക്ലൈനാണ് കോൺഗ്രസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആ സമയം മുതൽ ഉണ്ടായിട്ടുള്ള BJPയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ട് ഷെയറുകൾ ഞാനൊന്ന് വായിക്കാം.
1984 49.01% വോട്ടുകൾ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടുമ്പോൾ 7.7% വോട്ടുകളാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുന്നത്, BJPക്ക് കിട്ടുന്നത്. 89 അത് 39.53% താഴ്ന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10% വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കുറഞ്ഞപ്പോഴും 11.36% വോട്ടുകളാണ്, അതായത് 4% വോട്ടുകളാണ് ആകെ BJPക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷേ 1991 വരുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറുകൾ വീണ്ടും കുറയുന്നു, 35.66 ആകുന്നു. അത് വീണ്ടും 20.11 കൂടുന്നു BJPക്ക്. അതേസമയം 96 വരുമ്പോൾ അത് 28.80% ആവുന്നു കോൺഗ്രസിൻ്റേത്. പതുക്കെ ഗ്രാജ്വലി BJP വീണ്ടും കൂടുന്നു, 20.3%, 0.2% വീണ്ടും കൂടുന്നു. 1998 വരുമ്പോൾ 25.82% കോൺഗ്രസിന് വോട്ട് വരുന്നു, 25.59% വോട്ടുകൾ BJPക്ക് വരുന്നു. 1999 എത്തുമ്പോൾ BJPയുടെ പെർസെൻറ്റേജ് കുറയുന്നുണ്ട്. അവിടെ 28.30% കോൺഗ്രസ് വരുന്നു, 23.75%, ഏതാണ്ട് ഒരു 2% താഴെ വോട്ടുകൾ BJPക്ക് കുറയുന്നു. 2004 വരുമ്പോൾ അവിടെ 26.70% വോട്ടുകൾ കോൺഗ്രസിന് വീണ്ടും 2% വോട്ട് കുറയുന്നു. പക്ഷേ BJPക്ക് 22.16% വോട്ടുകളായി കുറയുന്നു. മറ്റ് നിരവധി കക്ഷികളൊക്കെ അന്ന് കൂടുതൽ വോട്ട് പിടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പിന്നീട് നമുക്കറിയാം 2014 വരുമ്പോഴാണ് BJP അധികാരത്തിലേക്ക് എത്തുന്നത്. അന്ന് 19.3% വോട്ടുകളായിട്ട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ കോൺഗ്രസ് അടപടലം തകരുകയാണ്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, അണ്ണാ ഹസാരെയുടെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയ സമരങ്ങളൊക്കെ നടന്നതിന് ശേഷമുള്ള ആ കാലഘട്ടമാണ്. അപ്പോൾ അന്ന് 31.34%, അതായത് 22-23% ഉണ്ടായിരുന്ന വോട്ടുകളിൽ നിന്ന് ഒറ്റയടിക്ക് 8% വോട്ടുകൾ കൂട്ടിക്കൊണ്ട് 31.34% വോട്ടുകൾ നേടിക്കൊണ്ട് 2014 നമുക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. 2019 എത്തുമ്പോൾ വീണ്ടും അവരുടെ ഭൂരിപക്ഷം കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതായത് 282 സീറ്റുകളിൽ നിന്ന് പിന്നീട് 303 സീറ്റുകളായി അവരുടെ ഭൂരിപക്ഷം കൂട്ടിയിരുന്നു. ആ സമയത്ത് വീണ്ടും 19.49% വോട്ടുകളാണ് കോൺഗ്രസിന് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 19.3% നിന്ന് ഒരു ഇത്തിരി കൂടി കൂടുതൽ, 0.46% കൂടുതൽ കിട്ടുന്നു. പക്ഷേ ആ സമയത്ത് BJP അവരുടെ വോട്ട് ശതമാനം 37.36 വർദ്ധിപ്പിക്കുന്നു, 37.36 വർദ്ധിക്കുന്നു. 2024 വരുമ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇവരിൽ ഒരു കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടുന്നു, 21.19% കൂടുന്നു. ഏതാണ്ട് ഈ പറയുന്ന പോലെ ഒരു 1.5% കൂടുതൽ വരുന്നു കോൺഗ്രസിൻ്റെ വോട്ടുകൾ. അതേസമയം 37.36 നിന്ന് 36.56% കുറയുന്നു. എന്ന് പറഞ്ഞാൽ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് എന്ത് ചെയ്യുന്നു, BJPയുടെ വോട്ടുകളിൽ കുറവുണ്ടാകുന്നു. ആ വോട്ടുകളിൽ കുറവുണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി രൂപീകരിക്കുകയും അപ്പുറത്തുള്ള വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ്. ആ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാകുന്നു. 99 സീറ്റുകളിലേക്ക് എത്തുന്നു 44 സീറ്റുകളിൽ നിന്ന്. അതേസമയം 303 സീറ്റുകളിൽ നിന്ന് 260 സീറ്റുകളിലേക്ക് എത്തുന്നു. ഇതിനിടയിൽ ഞാൻ വിട്ടുപോയൊരു വർഷം എന്ന് പറയുന്നത് 2009 2009 28.55% വോട്ടുകൾ കോൺഗ്രസിനും 18.80% വോട്ടുകൾ BJPക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു യാത്രയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ യാത്രയിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് BJP നെഹ്റുവിനെ ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ, നെഹ്റു ഉണ്ടാക്കി വെച്ചിട്ടുള്ള, ജവഹർലാൽ നെഹ്റുവും അതുപോലെ കോൺഗ്രസിൻ്റെ ഐഡിയോളജികളും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബേസിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും 13 കോടിയോളം വോട്ടേഴ്സിൻ്റെ മഹാഭൂരിപക്ഷവും കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ആ ലെഗസി പിന്തുടരുന്നത് കൊണ്ടും ആ നെഹ്റുവിയൻ ആശയങ്ങളുടെ ഒരു സ്വാധീനം കൊണ്ടുമാണെന്ന് വെറുതെ കണ്ടെത്തിയതല്ല, വളരെ ഡീറ്റെയിൽഡായി ഡീപ്പായി ഇന്ത്യയെക്കുറിച്ച് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നെഹ്റുവിലുള്ള ആ വിശ്വാസം കൂടി നഷ്ടപ്പെട്ടാൽ മാത്രമേ കോൺഗ്രസിനെ തകർക്കാൻ കഴിയുമെന്നും ഇപ്പം തങ്ങൾ ഏതാണ്ട് 44% നിന്ന് കോൺഗ്രസിനെ 21% എത്തിച്ചിട്ടുണ്ടെന്നും, പക്ഷെ തങ്ങളുടെ വോട്ടുകൾ അപ്പോഴും നിങ്ങൾ അറിയേണ്ടത് വർഷങ്ങളെടുത്തുകൊണ്ട് കഴിഞ്ഞ തവണ 37% ഉണ്ടായിരുന്നു 36% എത്തിയിട്ടുള്ളതും അതിനും അപ്പുറത്തേക്ക് ഒരു 42-45% എത്തിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ വോട്ട് ബേസുകളെ തകർത്തുകൊണ്ട് മാത്രമേ അത് സാധ്യമാകുള്ളൂ. പക്ഷെ അത് തകർക്കാൻ സാധിക്കാത്തതിൻ്റെ ഏറ്റവും മൂലകാരണം എന്ന് പറയുന്നത്, ദ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഒരു നെഹ്റുവിയൻ ലെഗസി ആണെന്നും നെഹ്റുവിൻ്റെ ഐഡിയോളജികളോടുള്ള കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ മുഖമായി മാറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ ഒരു വലിയ അഫക്ഷൻ ആണെന്നും, ആ അഫക്ഷൻ
കോൺഗ്രസിനോട് ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുമൊക്കെ അത് നിലനിൽക്കുന്നു. അതുകൊണ്ട് ആ കുടുംബ പാരമ്പര്യത്തെയൊക്കെ പലപ്പോഴും തകർക്കാൻ ശ്രമിക്കുമ്പോഴും അത് വലിയ വിഘാതമായി വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പമായി നിലനിൽക്കുന്നു. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അണികളിൽ പോലും ഉണ്ട് എന്നവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മരിച്ചിട്ടും ഈ പറയുന്ന പോലെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനെ ഇപ്പോഴും BJP ഭയക്കുന്നതും അദ്ദേഹത്തെക്കുറിച്ച് നിരവധി തവണ അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കുഴപ്പങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇന്ത്യയിലെ എല്ലാ കുഴപ്പത്തിനും കാരണമായി നെഹ്റുവിനെ കണ്ടെത്തുന്നതിൻ്റെയും യഥാർത്ഥ കാരണം ഇനിയും ഈ 21.19% വോട്ടുകളിൽ നിന്ന് കോൺഗ്രസ് താഴേക്ക് പോവുകയും അതിൽ നിന്ന് ഒരു 4% വോട്ടെങ്കിലും കൂടിയാൽ മാത്രമേ ഒരു 40%-ത്തിലേക്കെങ്കിലും അതായത് എത്തിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നുമുള്ള അവരുടെ ഒരു ചിന്തകൾ കൊണ്ടാണ്. അതിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിലാകെ പടർന്നു കയറണമെന്നും ആ കയറിയാൽ മാത്രമേ ഒരു 40-45% വോട്ടുകളിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയുമെന്നും അതേസമയം ലോക്സഭയിലേക്ക് ഡൽഹി പോലെ ഗുജറാത്ത് പോലെ അതുപോലെ ഹരിയാന പോലെയുള്ള ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയാം. അതുകൊണ്ടാണ് നെഹ്റുവിനെ അവർ കൂടുതൽ ഭയപ്പെടുന്നത്, ഒരുപക്ഷെ രാഹുലിനേക്കാളൊക്കെ 10 മടങ്ങ് കൂടുതൽ.